നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ പോരാടുന്നതിന് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കൊടകര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ ജേഴ്സി വിതരണം ചെയ്തു. വാൽപ്പാറയിൽ 20 അടി താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞു. അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 40ഓളം പേർക്ക് പരിക്ക്. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച പൊരുന്നുചിറ നാടിന് സമർപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശന്റെ ആറാട്ട് നടന്നു. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ പോരാടുന്നതിന് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കൊടകര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പുലിപ്പാറക്കുന്ന് പോപ്പൂസ് ഗ്യാങ് ക്ലബ്ബിലെ കുട്ടികൾക്ക് ഫുട്ബോൾ ജേഴ്സി വിതരണം ചെയ്തു. കൊടകര മിനി സിവിൽ സ്റ്റേഷനിൽ നടത്തിയ വിതരണം കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൊടകര പോലീസ് സ്റ്റേഷനിലെ ASI ലിജോൺ, CRO സജു പൗലോസ്, ASI ബിനു പൗലോസ് എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ കളിക്കാൻ തൽപരരായ ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ ടീമുണ്ടാക്കി ജേഴ്സിക്കായി സ്പോൺസറെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കൊടകര ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി സമിതിയുടെ നേതൃത്വം വഹിക്കുന്ന CRO ആയിട്ടുള്ള ASI സജു പൗലോസിനോട് ആവശ്യം ഉന്നയിക്കുന്നത്. സൈക്ലിങ്ങിൽ നാഷണൽ ലെവലിൽ നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയ സജു പൗലോസ് കുട്ടികൾ ആവശ്യപ്പെട്ട ഡിസൈനിൽ ജേഴ്സി തയ്യാറാക്കി സ്പോൺസർ ചെയ്യുകയായിരുന്നു. കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാതെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുമുള്ള പരിശ്രമമാണ് കൊടകര പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. ചടങ്ങിൽ ജനപ്രതിനിധികളും ജനമൈത്രി സമിതി അംഗങ്ങളും കുട്ടികളുടെ രക്ഷാകർത്താക്കളും പങ്കെടുത്തു. ഫുൾ ടൈം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. സൈക്ലിംഗ് കാര്യങ്ങൾക്ക് അതുപോലെ വഴി തെറ്റാതെ നല്ല വരാൻ വേണ്ടിയിട്ടാണ്. വാൽപ്പാറയിൽ 20 അടി താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞു. അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 40ഓളം പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പുലർച്ചെ 12:30 തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്തെ ഹെയർപിൻ വളവിലാണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. ഇവരെ ആദ്യം വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ബസ്സിൻ്റെ ഡ്രൈവർ ഗണേശന് സാരമായി പരിക്കേറ്റു. ഡ്രൈവർ ഗണേശനെയും കൈക്കും കാലിനും തലയ്ക്കും മറ്റും പരിക്കേറ്റ 30-ലധികം പേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച പൊരുന്നുചിറ നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധിബിൻ പാപ്പച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, സന്ധ്യ നൈസൻ, ജുമൈല സഗീർ, പഞ്ചായത്ത് അംഗം ഷൈനി തിലകൻ, അരവിന്ദൻ പീണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. 34,22,500 രൂപ വകയിരുത്തിയാണ് പൊരുന്നുചിറയുടെ നവീകരണം പൂർത്തീകരിച്ചത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് 34,22,500 രൂപ വകയിരുത്തിക്കൊണ്ട് 20-ാം വാർഡിലെ പൊരുന്നുചിറയുടെ നവീകരണത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ചിറ ഏറ്റവും
മനോഹരമാക്കി വൃത്തിയാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നമ്മളിപ്പോൾ രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശൻ്റെ ആറാട്ട്. വെള്ളിയാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും പരിവാരസമേതം ആറാട്ടിനെഴുന്നള്ളിയ സംഗമേശൻ ഉച്ചയ്ക്ക് 1 മണിയോടെ രാപ്പാൾ കടവിൽ ആറാട്ട് നടത്തി. തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരി, മേൽശാന്തി പുത്തില്ലത്ത് ആനന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പരികർമ്മി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ മണക്കാട്, നിഖിൽ മണക്കാട് എന്നിവർ സഹകാർമ്മികരായി. വെള്ളിയാഴ്ച രാവിലെ എതിർത്ത് പൂജയും ആറാട്ടുബലിയും നടത്തിയതിനു ശേഷം പാണി കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാൻ തൻ്റെ എല്ലാ പരിവാരങ്ങളോടും കൂടി ഒരു പ്രദക്ഷിണം കൊണ്ട് ശ്രീഭൂതബലി നടത്തി. തുടർന്ന് വലിയ പാണി കൊട്ടി ആനപ്പുറത്ത് കയറി മേളത്തോടെ ഒരു പ്രദക്ഷിണം കൂടി പൂർത്തിയാക്കി മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ വടക്കുനാഥൻ ശിവൻ ഭഗവാന്റെ തിടമ്പേറ്റി. പുതുപ്പള്ളി ഗണേശൻ, കുളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്നിവർ അകമ്പടിയായി. കിഴക്കേ നടയിൽ പോലീസ് സംഘം ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി. തുടർന്ന് 3 ആനകളുമായി നാദസ്വരത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ സംഗമേശൻ ആറാട്ടിനായി രാപ്പാളിലേക്ക് യാത്രയായി. നിരവധി ഭക്തജനങ്ങളും ഭഗവാനെ അനുഗമിച്ചിരുന്നു. ആറാട്ടിനു ശേഷം രാപ്പാൾ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് ആറാട്ടുകഞ്ഞി വിതരണം ചെയ്തു. വൈകിട്ട് 4 മണിയോടെ മേളത്തിൻ്റെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളി. പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദൻ്റെ 1ാം ചരമവാർഷികം കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ അന്നമനട, ബാബുരാജ് മാസ്റ്റർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചിത്രകാരൻ CP സദാനന്ദൻ മാസ്റ്റർ ക്യാൻവാസിൽ വരച്ച കുമാർ കലാസദൻ്റെ എണ്ണ ഛായാചിത്രം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൈമാറി. നഗരസഭാ കൗൺസിലർമാരായ ജിതി രാജൻ, ആലിസ് ഷിബു, തൃശൂർ കലാസദൻ കലാവിഭാഗം കൺവീനർ ജേക്കബ് കലാസദൻ, ഗായകൻ ബാബു ചാലക്കുടി, രാജാമണി, സുരോജ കേളപ്പൻ, KC മാധവൻ, മായ ശശികുമാർ എന്നിവർ സംസാരിച്ചു. കുമാരനെ കുറിച്ച് അടുത്തറിയുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഹൃദയ വിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ. പക്ഷേ ജയചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മയുള്ള ആളുകൾക്കാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളോട് അത്തരത്തിലൊക്കെ പെരുമാറാനായിട്ട് സാധിക്കുക. തൻ്റെ കഴിവുകളെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ തൻ്റെ വളർച്ചയിലും പുരോഗതിയിലും നേട്ടത്തിലും ഒന്നും അഹങ്കരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഈ ദിവസമല്ല 2 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓടക്കുകൾ വായിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം മുതലുള്ള പഠിച്ചു തുടങ്ങുന്നൊരു കാലഘട്ടം ഞാൻ, അതുപോലെ തന്നെ ബാബു ചാലക്കുടി തുടങ്ങുന്നവരൊക്കെ PM മ്യൂസിക്സ് പേറ്റിലേറ്റിൻ്റെ ശിക്ഷണത്തിൽ അവിടെ PM മ്യൂസിക്സിൽ ഇടവകാംഗമായ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിലിൻ്റെ പൗരോഹിത്യ രജത ജൂബിലി നന്ദിപുരം സെൻറ് മേരീസ് പള്ളിയിൽ ആഘോഷിച്ചു. ജൂബിലേറിയൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാബലി അർപ്പിച്ചു. അലിദാബാദ് പ്രഥമ ബിഷപ്പ് മാർ ജോസഫ് കുന്നത്ത്, തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര തുടങ്ങിയവർ സന്നിഹിതരായി. പങ്കുചേർന്ന് ഉത്ഥാനത്തിന്റെ മഹത്വത്തിന് യോഗ്യരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കാനിടയാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകിക്കളയട്ടെയും. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. ക്ലബ്ബ് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, MR ആംസൺ, രാമജയൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തിവരുന്നത്. മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും മാതൃപൂജയും നടന്നു. 100 കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ അമ്മമാരും ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രാർച്ചനയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പൂജിച്ച രുദ്രാക്ഷവും പുസ്തകങ്ങളും പേനയും വിതരണം ചെയ്തു. ചടങ്ങിന് കൊന്നക്കുഴി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി
അജീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാതൃപൂജയ്ക്ക് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് മാതൃസമിതി പ്രസിഡന്റ് ലക്ഷ്മി ടീച്ചർ നേതൃത്വം നൽകി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് PP സദാനന്ദൻ, മണ്ണുംപുറം ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി ഭാരവാഹികളായ അമ്മിണി രാധാകൃഷ്ണൻ, രക്ഷാധികാരി ബീന ടീച്ചർ, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, സെക്രട്ടറി മുരളീധരൻ നടുമുറി, ദേവസ്വം സെക്രട്ടറി ശിവദാസൻ, യൂത്ത് വിംഗ് കൺവീനർ രഞ്ജിത്ത് കല്ലുമട, സംയോജകൻ ജയേഷ് PC എന്നിവർ നേതൃത്വം വഹിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ പോരാടുന്നതിന് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടകര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ ജേഴ്സി വിതരണം ചെയ്തു. വാൽപ്പാറയിൽ 20 അടി താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞു. അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 40ഓളം പേർക്ക് പരിക്ക്. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച പൊരുന്നുചിറ നാടിന് സമർപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശന്റെ ആറാട്ട് നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.